കേരളത്തിലെ ജനസംഖ്യ ഇപ്പൊ ഏകദേശം 3.3 കോടി. ഈ 50 വർഷം കഴിയുമ്പോൾ ഇവിടെ കഷ്ടി 2 കോടി ആൾക്കാരുണ്ടെങ്കിൽ അത്ഭുതം. കുറെ എണ്ണമൊക്കെ കാനഡയിലും പോകും. 2 കോടി ആൾക്കാർ. പക്ഷേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ആ 2 കോടി ആൾക്കാരുടെ കൂടെ നമ്മൾ ഇന്ന് കാണാത്തൊരു പ്രതിഭാസം കൂടെ കാണും. ഓരോ വീട്ടിലും മനുഷ്യനെ പോലെ തോന്നിക്കുന്ന മനുഷ്യരൂപമുള്ള എന്ത് ജോലിയും ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ട് ഒരു യന്ത്രം കൂടെ കാണും. അതിന്റെ പേരാണ് ഹ്യൂമനോയിഡ് റോബോട്ട്സ്. മനുഷ്യരൂപമുള്ള റോബോട്ട് മനുഷ്യനെ പോലെ ഇരിക്കും. എല്ലാ വീട്ടിലും ഓരോന്ന് വെച്ച് കാണും. എങ്ങനെ കാണും? എല്ലാ വീട്ടിലും ഇപ്പൊ വാഹനങ്ങൾ ഉള്ളതുപോലെ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉള്ളതുപോലെ നമ്മുടെ വീട്ടില് ഒരു യന്ത്രം. ഈ ഹ്യൂമനോയിഡ് റോബോട്ടിനെ നമുക്ക് പല ആകൃതിയിൽ വാങ്ങിക്കാം. ആൺ റോബോട്ടിനെ വാങ്ങിക്കാം, പെൺ റോബോട്ടിനെ വാങ്ങിക്കാം, വെളുത്ത റോബോട്ടിനെ വാങ്ങിക്കാം, കറുത്ത റോബോട്ടിനെ വാങ്ങിക്കാം, എന്തുവേണോ ചെയ്യാം. പല വിധത്തിലുള്ള മോഡൽസ് ഒക്കെ കാണും. വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ അതെന്ത് ചെയ്യും? ഉത്തരം: എന്തും ചെയ്യും. എന്തും ചെയ്യും. അപ്പൊ രാവിലെ നമ്മൾ എന്നെ വിളിച്ചുണർത്തണം എന്ന് രാത്രി പറഞ്ഞിട്ട് കിടന്നാൽ അത് മാത്രമല്ല, മൃദുവായിട്ട് വിളിച്ചുണർത്തണം. ഞാൻ ചിലപ്പോൾ ചീത്തയൊക്കെ പറയും ദേഷ്യം വന്നാൽ. അതൊക്കെ സഹിച്ചുകൊണ്ട് എന്നെ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ വന്ന് പതുക്കെ ഒന്ന് വിളിച്ച അമ്മമാർ ചിലപ്പോൾ അങ്ങനെ ചെയ്യൂലേ. നിങ്ങൾ എനിക്ക് ദേഷ്യമൊക്കെ വിടും, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. അപ്പോഴും അമ്മ നമ്മളെ വെറുക്കാറില്ല, വളരെ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും ഉണർത്താൻ ശ്രമിക്കും. അതുപോലെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് രാവിലെ വന്ന് വളരെ സൗഹാർദ്ദത്തിൽ നമ്മളെ ഉണർത്തും. ഉണർന്നുകൊണ്ടാണ് പറഞ്ഞ് കാപ്പി ഇട്ടുകൊണ്ട് വന്നത്. കാപ്പി ഇട്ടുകൊണ്ട് പോയി ആ മിറ്റമല്ല ഒന്ന് കളച്ച്, തെങ്ങിന്റെ മൂടൊക്കെ ഒന്ന് കളയ്ക്കാൻ പറഞ്ഞു. കളച്ചു. തിരിച്ചു വന്ന ഉടനെ പറഞ്ഞ ഒരു പാട്ട് പാടും. എനിക്ക് ബംഗാളി ഭാഷയിൽ ഒരു പാട്ട് കേൾക്കണം. ശരി, പാടി. അറബി ഭാഷയിൽ കേൾക്കണം, അതും പാടി. ഇനി പോയി ആ തെങ്ങിന്റെ മുകളിൽ കയറി ഒരു നല്ല വിളഞ്ഞ തേങ്ങയിട്ടെ. നേരെ വലിഞ്ഞ് മുകളിൽ കയറി തേങ്ങയിട്ടു. അത് തിരികി അരച്ച് ചമ്മന്തിയാക്കി, മിക്സിയെല്ലാം ഉപയോഗിക്കാൻ അറിയാം. ചമ്മന്തിയാക്കി ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എടുത്ത് ദോശയും ചുട്ട് ചട്ടണിയും കൊണ്ട് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു തിന്നു. കഴുകി വയ്ക്കാൻ പറഞ്ഞു, കഴുകി വെച്ചു. അന്ന് കാലം വെക്കാൻ പറഞ്ഞു, കാലം വെച്ചു. അപ്പുറത്ത് അപ്പൂപ്പൻ അസുഖമായിട്ട് കിടക്കുകയാണ്, എണീച്ച് നടക്കാൻ വയ്യ. അപ്പൂപ്പനെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പനൊന്ന് കാറ്റ് കൊള്ളണം, ഇതിന് നടക്കാൻ വയ്യ. ഈ താങ്ങിയെടുത്ത് അവിടെ ഒരു കസേര മുറ്റത്തിരിപ്പുണ്ട്, അവിടെ കൊണ്ടിരുത്തി കുറച്ച് കാറ്റ് കൊള്ളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ ചെയ്യും. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് എന്തും ചെയ്യും. പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഇവിടെ പാമ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിനകത്താണെങ്കിലും പാമ്പിന്റെ ഭയങ്കര ശല്യമാണ്. 5 ചേര 2 മൂർഖനെ എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ചത്. 5 ചേരയും 2 മൂർഖൻ. ഇനി പേടിക്കേ വേണ്ട, ഇത് പോയി പിടിച്ചോളൂ. ഇതിനെ കടിച്ചാലും ഇതിനെ കടിയേക്കില്ല, കാരണം മെറ്റൽ ബോഡിയാണ്. അത് പാമ്പിനെ കണ്ടാൽ ഉടനെ പിടിച്ച് ഇതായത്. പേപ്പട്ടിയെ കണ്ടാൽ പേടിക്കണ്ട. നമ്മൾ ഇതിനെ കൂടെ കൊണ്ടുപോയാൽ, നടക്കാനിറങ്ങുമ്പോൾ കൂടെ കൊണ്ടുപോയാൽ ഒരു വസ്തുവും നമ്മളതൊന്നും ആക്രമിക്കില്ല. അതിനൊന്നിനെയും പേടിയില്ല. ഇതിന് ലോകത്തെ എല്ലാ ഭാഷയും അറിയാം. നല്ല ചോദ്യം. ലോകത്തെ സകല ഭാഷയും അറിയാം. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. ഇതിനെ ഞാൻ വിളിക്കുന്ന ഒരു പേര്, ഇതൊരു അടിമയാണ്. പക്ഷെ അടിമ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ആശയമാണ്. അവകാശങ്ങളില്ലാത്ത, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ് അടിമ. പക്ഷെ ഇതിനെ നമുക്ക് അവകാശം നിഷേധിക്കാം, കാരണം ഇത് മനുഷ്യനല്ല. അതുകൊണ്ട് ഞാനതിന് ഇട്ടിരിക്കുന്ന പേര് നൈതിക അടിമ, എത്തിക്കൽ സ്ലേവ്. നമുക്ക് എല്ലാവർക്കും ഒരു അടിമ ഉണ്ടാവും വേണം. എന്ത് വേണോ പറയാം, ശമ്പളം കൊടുക്കണ്ട, അത് പാർട്ടിയിൽ ചേരൂല, യൂണിയൻ ഉണ്ടാക്കൂല, സമരം ചെയ്യൂല, ഉറങ്ങൂല. എപ്പം വേണം രാത്രി മുഴുവൻ കാലം വെക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ 12 മണിക്കൂർ കാലം വെക്കിക്കും, ഒരു പരാതിയും പറയില്ല, എല്ലാം ചെയ്യാവുന്ന. കേട്ടാ രസമുണ്ട്. പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അസഹനം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടും? എങ്ങനെ ജീവിക്കില്ലോ? ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. വലിയ ധനികനായിരുന്നു. അത് റിട്ടയർ ചെയ്തു. ഇപ്പം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വരി, ഇന്നത്തെ കാലത്ത് ആൾക്കാർ ജോലിക്ക് പോകുന്ന 5 ദിവസം ജോലിക്ക് പോയിട്ട് 2 ദിവസം അവധിയാണ്. അദ്ദേഹം പറഞ്ഞ 50 വർഷം കഴിയുമ്പോൾ 2 ദിവസം ജോലിക്ക് പോകും, 5 ദിവസം അവധിയാണ്. കാരണം അത്രയും ജോലിയേ ഉള്ളൂ ചെയ്യാൻ. മിക്കവാറും ആ ജോലി ഈ റോബോട്ടിന് മേൽനോട്ടം കൊടുക്കുക എന്നുള്ളത്. അതെന്തൊക്കെ ചെയ്യുന്നു നോക്കുക, അതിനെന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ചെയ്യുക, അതിൻ്റെ സോഫ്റ്റ്വെയറിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ മനുഷ്യന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ റോബോട്ടിനെ കണ്ട് മടുക്കും. മനുഷ്യരെ കണ്ടാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിൽ ചെന്നാൽ എല്ലാ കാര്യവും റോബോട്ട് ചെയ്തു കൊടുക്കും. പക്ഷെ ചിലർ എന്നിട്ട് പറയും, എനിക്ക് റോബോട്ട് വേണ്ട, എനിക്ക് മനുഷ്യൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. ഇല്ല, നിങ്ങൾ കേട്ടില്ലേ, ചിലപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് അതിൽ കൂടെ ഓട്ടോമേറ്റഡ് റെസ്പോൺസ് സിസ്റ്റം. ആദ്യം നമ്മളെ വെച്ചത് വളരെ ഗംഭീരമായിരിക്കും. അതെടുത്ത ഉടനെ ചോദിക്കും, നിങ്ങൾ ഇംഗ്ലീഷിലാണ് മറുപടി വേണ്ടെങ്കിൽ 1 എന്ന് അമർത്തുക. നമ്മൾ 1 അമർത്തി.
പിന്നെ ഏതോ വകുപ്പിന്റെ ഉത്തരവാണ് വേണ്ടതെങ്കിൽ 2, അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ 3, കുറേയൊക്കെ അമർത്തിയെ വീണ്ടും ചോദിക്കുകയാണ്. സർവീസ് സംബന്ധമായ ചോദ്യമാണെങ്കിൽ 1, അല്ലെങ്കിൽ 2. അവസാനം കുത്തി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും. നേരെ വെച്ചിട്ട് മനുഷ്യൻ ആണ് ഫോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് പറയാമല്ലോ. അപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട് ആ ഫോൺ വിളിക്കുമ്പോൾ ഈ മെഷീനേക്കാൾ ഒരാളെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് തോന്നുന്നു. നമ്മുടെ ഈ കുട്ടികളൊക്കെ കാനഡയിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ പോയ കുട്ടികളോടും പോകാൻ പോകുന്ന കുട്ടികളോടൊക്കെ ഒരുപാട് കാര്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പോകുന്നു. അപ്പം ചില കുട്ടികൾ പറഞ്ഞു, ഇവിടെ ആണെങ്കിൽ നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മൾ എങ്ങോട്ട് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ജോലി കിട്ടിയോ, കല്യാണം കഴിച്ചാൽ പ്രസവിച്ചോ, വിശേഷമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് അവിടെ പോയാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആരും ഒന്നും ചോദിക്കില്ല, നിങ്ങൾ ഇറങ്ങി എങ്ങോട്ട് പോയി, മദ്യപിച്ചോ, ഇതൊന്നും ആരും ചോദിക്കില്ല. പക്ഷേ അവിടെ ഇരുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, കാനഡയിൽ വലിയ തണുപ്പുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്, ആരും ഒന്നും ചോദിക്കില്ല, അടുത്ത വീട്ടിലെ ആൾ നമ്മുടെ ഇവിടെ ഇത്തിരി ബേളം കേട്ടാലും ഒന്ന് എത്തി നോക്കുകയോ ചോദിക്കുകയോ നിങ്ങൾ എവിടെ പോകുന്നു എന്നോ ഒന്നും ചോദിക്കില്ല. പക്ഷെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും എൻ്റെ അയലത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതില്ലാതാകുമ്പോഴേ മനുഷ്യൻ അറിയുള്ളൂ, നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ആരുമില്ല. അപ്പം മനുഷ്യനെന്നുള്ള നിലയിൽ നമുക്ക് മറ്റ് മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് സന്തോഷം. അതുകൊണ്ട് യന്ത്രമൊക്കെ വന്നാലും നമുക്ക് ചിലപ്പോൾ മനുഷ്യൻ്റെ സ്പർശം തന്നെ വീണ്ടും വേണ്ടി വരും, എങ്കിലും അത് കുറയും. ഒരുപാട് ജോലികൾ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ജോലികൾ ഒരുപാട്, അപകടകരമായിട്ടുള്ള ജോലികൾ ഒരുപാട്, ഇതെല്ലാം ഈ റോബോട്ട് ചെയ്യും. ഇനി മാത്രമല്ല, റോബോട്ടിന് പഠിപ്പിക്കാൻ സാധിക്കും, പഠിപ്പിക്കുക മാത്രമല്ല കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. നിങ്ങൾ ഗൂഗിളിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ നോക്കിയാൽ വളരെ പ്രശസ്തമായ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഗോൾഡൻ ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയും. കണ്ടുപിടുത്ത യന്ത്രം നടത്തുകയാണ്, എന്തും ചെയ്യാനൊക്കെ. ഈ യന്ത്രത്തിന്റെ തലച്ചോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ജെമിനി എന്ന് പറഞ്ഞ ആ മൊബൈൽ ഫോണിൽ കാണുന്ന സാധനത്തിന്റെ പ്രത്യേകത അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഇന്ന് ലോകത്തെ 800 കോടിയോളം ജനങ്ങളുണ്ട്. ഈ 800 കോടി ജനങ്ങളുടെ തലച്ചോറ് ഇളക്കിയെടുത്ത് ഞെരുക്കി അതിനെ എല്ലാം കൂടെ ഒരാളുടെ തലയിൽ വെച്ച് കൊടുത്താൽ അതാണ് മെറ്റ അല്ലെങ്കിൽ ChatGPT. 800 കോടി ആൾക്കാർക്ക് അറിയാവുന്നത് അതിനറിയാം. മാത്രമല്ല ഈ ഗൂഗിളും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഗൂഗിളിനെ പണ്ട് ഞാനൊക്കെ അതിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മഹാഗുരു എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ തിരുത്തി, അതല്ല മഹാഗുരു വന്നിരിക്കുന്നു ChatGPT. എന്തുകൊണ്ട്? കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഗൂഗിളിന് ഒന്നും പുതുതായിട്ട് നമ്മളടുത്ത് പറഞ്ഞു തരാറില്ല. മനുഷ്യർ പറഞ്ഞു തന്ന് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന രേഖകൾ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ കാണിക്കാൻ മാത്രമേ സാധിക്കൂ. ഇവിടെ ലൈബ്രറി, നല്ല മനോഹരമായ ലൈബ്രറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ലൈബ്രറിയനുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈബ്രറിയൻ്റെ വിജ്ഞാനത്തിന് അനുസരിച്ചല്ല നിങ്ങളവിടെ പോകുന്നത്. നിങ്ങളവിടെ പോകുന്നത് എന്തിനാണ്? അവിടുത്തെ പുസ്തകങ്ങളുടെ വിജ്ഞാനം അനുസരിച്ച്. ലൈബ്രറിയൻ്റെ മികവ് എന്താ? ഒരു വിഷയം ചോദിച്ചാൽ അതിൽ പുസ്തകം ഉണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചൊരു പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു. റാം കെയർ ഓഫ് ആനന്ദി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ അത് ഇവിടെ ഇരിക്കുന്നു എന്നറിയാൻ എടുത്തുകൊണ്ട് വരും. അതാണ് സഹായം ലൈബ്രറിയൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെ ബുക്ക് കൊള്ളാം വായിക്കാൻ എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരും. പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ലൈബ്രറിയൻ എപ്പോഴും സാധിക്കണമെന്നില്ല. ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞു തരും എന്നിടത്ത് ലൈബ്രറിയനെ എടുത്ത് ചോദിച്ചാൽ ലൈബ്രറിയനാകെ ചെല്ലാവുന്ന പറയാവുന്ന അവിടെ പുസ്തകം ഇരിപ്പുണ്ട് നോക്കിക്കോളൂ എന്ന് പറയാൻ പറ്റും. ഗൂഗിൾ അതുപോലെയാണ്. ഗൂഗിളിന് ഒന്നും തനിച്ച് പറഞ്ഞു തരാറില്ല. ഗൂഗിൾ പക്ഷേ മനുഷ്യർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും അതിനറിയാം. അത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മുമ്പേ വെച്ച് തരും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനൊരു പരാമർശം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു മഹാ ലൈബ്രറിയനാണ്. അത് മനുഷ്യൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വിവരങ്ങളെ എടുത്ത് നിങ്ങളുടെ മുന്നേ കൊണ്ടുവരും, ആവശ്യാനുസരണം കൊണ്ടുവരും. മഹാ ലൈബ്രറി. ChatGPT എന്താണ്? മഹാഗുരു. ഇതുവരെ ആരും ആലോചിച്ചിട്ടില്ലാത്ത കാര്യം അത് പറയും. നിങ്ങൾക്കൊന്നും അതെങ്ങനെ പറയാനൊക്കും? അതെങ്ങനെ പറയാനൊക്കുമെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ അങ്ങനെയാണല്ലോ. നമ്മൾ ഓരോരുത്തരും കുറച്ച് കഴിയുമ്പോൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറയും. ഇതുവരെ ആരും എഴുതിയിട്ടില്ലാത്ത കവിത നിങ്ങളിൽ കുറച്ച് പേര് എഴുതും. ഇതുവരെ ആരും എഴുതിയിട്ടില്ലാത്ത കഥ നിങ്ങളിൽ കുറച്ച് പേര് എഴുതും. അപ്പം നിങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എടുത്തല്ല എഴുതുന്നു. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുതിയ കാര്യം ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഇന്ന് AI ചെയ്യുന്നത്. AI ചെയ്യുന്ന ഒരു കാര്യവും ആരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട്, നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്താൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരമെല്ലാം നമുക്ക് കിട്ടും. അദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ വരികളൊക്കെ കിട്ടും. ഷേക്സ്പിയറും മഹാനായിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതൻ, സാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിനെ പറ്റി ചോദിച്ചാലും കിട്ടും. പക്ഷെ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. കാരണം ഇവർ 10-500 വർഷത്തെ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുകയാണ്, ശശി തരൂരും ഷേക്സ്പിയറും തമ്മിൽ കണ്ടാൽ എങ്ങനെ സംസാരിക്കും? ഇതാരും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ മനോഹരമായിട്ട് ആ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റ്, മനോഹരമായിട്ടൊരു സ്ക്രിപ്റ്റ് ChatGPT തരും. പക്ഷെ ഗൂഗിളിൽ ചോദിച്ചാൽ ഗൂഗിള് ശശി തരൂരിനെ കുറിച്ച് പറയും,
ഷേക്സ്പിയറെ കുറിച്ച് പറയും. രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് അറിഞ്ഞൂടാ. അങ്ങനെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചു തരും. പക്ഷെ അങ്ങനെ സാറിന് ആരും എഴുതി വെക്കാൻ സാധ്യതയില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് GPT എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ആ നീല വളയമുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്നവർ ഓഡിയോ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പ്ലീസ് ടെൽ മീ ഹൗ ശശി തരൂർ വുഡ് ഹാവ് ടോക്ട് ടു ഷേക്സ്പിയർ ഇഫ് ദേ മെറ്റ് എന്ന ഓഡിയോ മെസ്സേജ് കൊടുത്താൽ അത് നല്ല നാടകം കളിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതി തരും. അതാണ് അതിന്റെ സാധ്യത. അപ്പൊ ഇതുവരെ ആര് അത് കവിത എഴുതാൻ പറയുന്നു. ക്ലാപ്പന എന്ന് പറഞ്ഞ ഗ്രാമത്തിനെ കുറിച്ച് ചെറിയ എൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ട് പറയണം. ആ ലിങ്ക് നോക്കി ക്ലാപ്പനെ കുറിച്ച് മനസ്സിലാക്കൂ. എന്നിട്ട് ക്ലാപ്പനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു കവിത എഴുതും എന്ന് പറഞ്ഞാൽ അത് ഉടനെ അരനിമിഷം കൊണ്ട് കവിത എഴുതും. മലയാളത്തിലും എഴുതും. മലയാളം അത്ര വലിയ ഗുണമില്ല. ഞാൻ അതിന് തമാശയ്ക്ക് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് ശശി തരൂരിന്റെ പോലെയാണ്, നന്നായിരിക്കുന്നു. പക്ഷെ മലയാളവും ശശി തരൂരിന്റെ പോലെയാണ്, അത്ര ഗുണമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാം. അപ്പോൾ അതിന് എന്തും ചെയ്യാൻ, ശാസ്ത്രീയ സംഗീതം എഴുതാൻ പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതം എഴുതും, ഒരു സയന്റിഫിക് ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതും, എന്തും ചെയ്യും. ഞാൻ പറഞ്ഞതിന് യാതൊരുവിധ ഇതുമില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ മേഖല ഒരുപാട് വർഷമായി, എങ്ങനെയാണ് പെട്ടെന്ന് ഈ മേഖല കുതിച്ചുയരുകയും ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്? ഏകദേശം 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ വികാസം ഉണ്ടായത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അപ്പൊ തുടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ വിഷയത്തിന്റെ തുടക്കം 1950കളിലാണ്. അപ്പൊ അന്ന് മുതൽ ഈ 2011 വരെയും ഇത് വികസിച്ചെങ്കിലും ഇതിന് ഇത്രയും വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിച്ചില്ല. ഞാൻ 1991 ഈ വിഷയം പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോവുകയും പഠിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ചെയ്തത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വെറും കുട്ടിക്കളിയായിരുന്നു എന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം അത്രമാത്രം AI മാറി. അപ്പൊ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ലളിതമായിട്ട് അതിനൊരു കാരണം പറയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മലയാളം ഭാഷ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിൽ പലരും വേറെ ഒരു ഭാഷയും കൂടെ പഠിച്ചു കാണും, അല്ലേ? ഹിന്ദി പഠിച്ചു കാണും, ഇംഗ്ലീഷ് പഠിച്ചു കാണും. ഇംഗ്ലീഷ് നമുക്ക് വളരെ സാഹോദര്യമുള്ള ഭാഷയായതുകൊണ്ട് അതും വളരെ ചെറുപ്പത്തിലേ നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ ഹിന്ദി ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും പഠിച്ചത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ഭാഷ പഠിക്കണം തോന്നും. ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ജോലി സാധ്യത കൂട്ടാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ഭാഷയും കൂടെ പഠിക്കുകയാണ്. അത് ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്തും രക്ഷകർത്താക്കളുടെ അടുത്തും പറയുക. രാഷ്ട്രീയക്കാർ പറയുന്നതൊന്നും കേൾക്കരുത്. ഞാൻ മലയാളിയാണ്, തമിഴ്നാട്ടിൽ പറയില്ല, തമിഴാണ്, അതിന് വേറെ, ഞങ്ങൾക്ക് ഹിന്ദി വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഈ സകല ഭാഷകളും ലോകത്തെ ഒരു സംസ്കാരത്തിന്റെ ഉദ്യാനത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ്. ഏതിനെയും സ്വീകരിക്കാം, ഏതിനെയും സ്വീകരിക്കാം. അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണം കാണാൻ. അല്ലാതെ നമ്മുടെ നാട്, നമ്മുടെ ഭാഷ വേറെ ഒന്നിനെയും കൊണ്ട് പ്രവേശിപ്പിക്കില്ല എന്നല്ല. വേറെ ഭാഷകൾ പഠിക്കണം. പഠിച്ചാലേ സംസ്കാരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സാധ്യതയും കൂടുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഷ ചൈനീസാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ മേബി. അതിനു പുറമെ എത്രയോ വലിയ ഒരു രാജ്യം, സാമ്പത്തികമായിട്ട് വലിയ ശക്തിയായിട്ടുള്ള രാജ്യം, രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള രാജ്യം, ഇതിനെല്ലാം പുറമെ നമ്മുടെ ശത്രുവിന്റെ ഭാഷ പഠിച്ചു വയ്ക്കണ്ടേ? ഞാൻ ചൈനയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ചൈനീസ് ഭാഷ നിങ്ങൾ പഠിക്കാൻ പോയാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ് AI-യുമായിട്ട് ബന്ധപ്പെട്ട്. ചൈനീസ് ഭാഷ പഠിക്കാൻ പോയാൽ നിങ്ങൾക്കൊരു വലിയ ഞെട്ടലുണ്ടാവും. ബാക്കി ഭാഷ പോലല്ല. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? ആദിത്യ, എത്ര അക്ഷരമുണ്ട് മലയാളത്തിൽ? 56ആണോ 51ആണോ? മലയാളിക്ക് അതിലൊക്കെ തർക്കമാണ്. ഇനി നമ്മൾ അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരും. 51 അക്ഷരവും 5 ചില്ലക്ഷരവും കൂടെ 56 അക്ഷരം. ചില്ലെന്ന് വെച്ചാൽ ചില്ലറ അക്ഷരമാണ്, ഫുൾ അക്ഷരം അല്ല. എന്നൊക്കെ പറയും. നിങ്ങൾ ചൈനീസ് പഠിക്കാൻ പോയി. ആദിത്യ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ചൈനീസ് പഠിക്കാൻ പോയി. പഠിക്കാൻ പോയപ്പോൾ ആദിത്യയുടെ പേര് ഒരുപാട് പറഞ്ഞു. നമുക്ക് വേറൊരാളുടെ പേരായിക്കളെ. വാ, നിന്റെ പേരെന്താ? ശ്രേയസ്. ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ പേരാണ് അല്ലേ? ശ്രേയസ് അയ്യർ. ശ്രേയസിന്റെ അടുത്ത് പിന്നെ ചൈനീസ് പഠിക്കുമോ? ശ്രേയസ് പഠിക്കൂല. എന്ത് പറ്റി? അപ്പൊ ശ്രേയസിനെ വിട്ടു ഞാൻ. മോളെ പേര് ഉത്തരം എന്നാണോ ഉത്തരയാണ്? ഉത്തര ചൈനീസ് പഠിക്കൂ, ഫ്രീ ആയിട്ട്, ചിലവൊന്നുമില്ല. നല്ല ജോലി സാധ്യത കിട്ടും, പുതിയൊരു ഭാഷയാണ്. പഠിച്ചുകൂടി? പഠിക്കാം. ഉത്തര സമ്മതിച്ചെങ്കിലും ഞാൻ അടുത്തൊരു വരി ഉത്തരയുടെ അടുത്ത് പറയാൻ പോകണം. എല്ലാവരും കേട്ടോണം. ഉത്തരയുടെ എക്സ്പ്രഷൻ നോക്കിക്കോണം. എന്താ? ചൈനീസ് നല്ലൊരു ഭാഷയാണ്. ചൈനീസിൽ 20,000 അക്ഷരങ്ങളുണ്ട്.
ചൈനീസിൽ എത്ര അക്ഷരമുണ്ട്? 20,000 അക്ഷരം. പഠിക്കണം? വേണ്ട, ഉത്തരം പിന്മാറി. സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം പിന്മാറി. 20,000 അക്ഷരം. ഈ 56 അക്ഷരം തന്നെ വയ്യ. അതുകൊണ്ടല്ലേ ഈ പിള്ളേരെല്ലാം മൊബൈൽ എടുത്തിട്ട് ഇന്ന് വരുമോ INNUVARUMO എന്ന് എഴുതുന്നത് എന്താ? മറ്റേത് 26 അക്ഷരമേ ഉള്ളൂ. ഇത് 51 അക്ഷരം മലയാളം. കൂട്ടക്ഷരം കൂടെ ചേർത്ത് എല്ലാം കൂടെ 400 അക്ഷരം അറിയാമെങ്കിലേ മലയാളം എഴുതാൻ പോകുള്ളൂ, അല്ലേ? പക്ഷെ ഇംഗ്ലീഷിലാണെങ്കിൽ 26 അക്ഷരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അച്യുശങ്കർ വന്ന് പറയുകയാണ്, ഉത്തരയിടത്ത് പറയുകയാണ്. എന്ത് പറയുന്നു? ചൈനീസ് പഠിച്ചോ, 20,000 അക്ഷരമേ ഉള്ളൂ. പഠിക്കുമോ? പഠിക്കൂല. ഉത്തരയുടെ അമ്മയുടെ പേരെന്താ? റീജ. നമ്മുടെ റീജ കുമാരി വിചാരിച്ചിരുന്നെങ്കിൽ ഉത്തരയെ കൊണ്ട് ചൈനീസ് പഠിപ്പിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാം? ഈ കടുകൈ ചെയ്യണം. ഒരു 6 മാസം ഉള്ളപ്പോൾ ഉത്തരയെ പാഴ്സൽ ചെയ്ത് ചൈനയിലോട്ട് വിടുക. ഒരു ചൈനീസ് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഉള്ള ഒരു കുടുംബത്തിൽ കൊണ്ടാക്കി കൊടുക്കും. 6 മാസമേ ഉള്ളൂ. ചൈനീസ് പഠിക്കുകയില്ലേ ഉത്തര? 6 മാസത്തിൽ ചൈനീസിൽ വീട്ടിൽ വിട്ടാൽ പഠിക്കുകയില്ലേ? പഠിക്കുമായിരിക്കും. ചൈനയിലെ എല്ലാ കുട്ടിയും ചൈനീസ് ഭാഷ പറയുന്നുണ്ട്, പഠിക്കുന്നു. ചൈനയിലെ ഒരു കുട്ടിയും പറയില്ല, അയ്യോ 20,000 അക്ഷരം ഞാൻ അതുകൊണ്ട് പാകിസ്ഥാനിൽ പോയി ജീവിച്ചോളാം. ചൈനയിലാരും പറയില്ല, അല്ലേ? നമ്മുടെ അമ്മ ഭാഷ എന്ന് പറഞ്ഞാല് നമുക്കത് ചോയ്സ് ഇല്ല. നമ്മൾ പഠിക്കും. നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഇപ്പൊ ചൈനീസ് ഭാഷയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തും എല്ലാ ദിവസവും 1 മണിക്കൂർ. ചൈനീസ് ഭാഷയിൽ അക്ഷരം പഠിപ്പിക്കും, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വാക്കുകൾ പഠിപ്പിക്കും, ഗ്രാമർ പഠിപ്പിക്കും, അല്ലേ? അങ്ങനെയാണ്. പക്ഷെ നമ്മളൊക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? അമ്മ ക്ലാസ് വല്ലതും തന്നു? ഉത്തര ജനിച്ച ഉടനെ അമ്മ എടുത്ത് ഇവിടെ ഇരുത്തിട്ട് പറഞ്ഞ്, മോളെ നിന്റെ ഭാഷ മാതൃഭാഷ മലയാളമാണ്, ഇതിൽ 51 അക്ഷരമുണ്ട്, ആദ്യത്തെ അക്ഷരം ആ അല്ല. നമ്മൾ ആരും ഭാഷ പഠിച്ചത് നമ്മളെ ക്ലാസ് എടുത്തിട്ടല്ല. പകരം ഒരു നിമിഷം എല്ലാവരും അമ്മയെ ഓർക്കും, ഒരു നിമിഷം എല്ലാവരും അമ്മമാരെ ഓർക്കും, നമ്മളെ വളർത്തിയ അമ്മമാരെ ഓർക്കും. ആ അമ്മ നമ്മൾ ജനിച്ച ഉടനെ നമ്മളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അമ്മ ചെയ്തത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ണും തുറന്നിട്ടില്ല, നിങ്ങൾ യാതൊരു വിധത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല, പക്ഷെ അമ്മ നിരന്തരം സംസാരിക്കാൻ തുടങ്ങി. അമ്മ മാത്രമല്ല, നിങ്ങൾ ജനിച്ചപ്പോഴേ ഒരുപാട് പേര് കാണാൻ വരും, അയൽപക്കത്തുള്ളവര് ബന്ധുക്കളൊക്കെ കാണാൻ വരും. കുറച്ച് എന്താണ് ജോൺസൺ ബേബി പൗഡറും ആ പൗഡർ ഇങ്ങനെ ഇടുന്ന ഒരു പഫും പിന്നെ 1-2 കുഞ്ഞുടുപ്പും ഒക്കെ ആയിട്ട് ആൾക്കാർ വരും. ആ വരുന്നവര് കുഞ്ഞിനെ കണ്ടിട്ട് എന്ത് ചെയ്യും? കുഞ്ഞ് കണ്ണു തുറക്കത്തില്ല, സംസാരിക്കുന്നില്ല. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. അവരങ്ങോട്ട് സംസാരം തുടങ്ങും, എടാ കൊച്ചു കള്ള എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ടൊക്കെ കൂടി സംസാരിക്കും. വരുന്ന 2 വർഷം ഏകദേശം ഈ കൊച്ചു ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ സംസാരിക്കില്ല. പക്ഷെ ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. ആൾക്കാർ അതിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉത്തര എന്ത് പറയും? ഒരു വാക്ക് പറയും മലയാളത്തിൽ. കുറച്ച് കഴിയുമ്പോൾ 2 വാക്ക് പറയും. കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഫ്രേസസ് പറയും. കുറച്ച് കഴിയുമ്പോൾ വരികൾ പറയും. കുറച്ച് കഴിയുമ്പോൾ വരികൾ ചേർത്ത് പറയും. കുറച്ച് കഴിയുമ്പോൾ വലിയ ശല്യമാവും, അല്ലേ? സംസാരിച്ച് ഒരു കുസൃതി കുടുക്കയെ പോലെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരം എടുത്ത് എഴുതി വെച്ച് നോക്കിയാൽ അത് മലയാളം MA കഴിഞ്ഞ ആൾക്ക് പോലും അതിന്റെ വ്യാകരണം കണ്ടുപിടിക്കാൻ ഒക്കില്ല. അത്ര സങ്കീർണമായിട്ടുള്ള വരികൾ പറയും. പക്ഷെ വ്യാകരണം പഠിച്ചിട്ടില്ല, അക്ഷരം പഠിച്ചിട്ടില്ല, ഒരു ക്ലാസ്സും എടുത്തിട്ടില്ല മലയാളത്തിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1950 മുതൽ ശാസ്ത്രജ്ഞർ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ, ഒരു പ്രായപൂർത്തിയായ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പഠിച്ചപ്പോൾ അങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഭാഷ പറയിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു അഡൽട്ടാണ് കമ്പ്യൂട്ടർ എന്നുള്ള ധാരണയിലാണ് പഠിപ്പിച്ചത്. പക്ഷേ 2011 കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അങ്ങനെയല്ല വേണ്ടത്, ഇതൊരു കുഞ്ഞാണെന്ന് വിചാരിക്കുക, എന്നിട്ട് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്നതിന് ഒന്നും ചെയ്യേണ്ട, ചുമ്മാ കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. ഭാഷ നിരന്തരം ഭാഷയുടെ ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അത് പഠിക്കും. അത് ഏത് ഭാഷയുടെ ഉദാഹരണമാണോ കൊടുക്കുന്നത് അത് പഠിക്കും. ചൈനീസാണ് കൊടുത്തെങ്കിൽ ചൈനീസ് പഠിക്കും, ഇംഗ്ലീഷാണ് കൊടുത്തെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കും, മലയാളമാണ് കൊടുത്താൽ മലയാളം പഠിക്കും. ഇതിനൊരു വാക്കുണ്ട്, ഇന്നത്തെ കാലത്തൊരു വാക്കുണ്ട്, അതിന്റെ പേരാണ് മെഷീൻ ലേണിംഗ്. മെഷീനെ ഒരു പിഞ്ചു കുഞ്ഞായി കരുതി അതിനെ എന്നും പഠിപ്പിക്കാം. നമ്മൾ എന്നും പഠിച്ചെടുക്കും. അത് അത്ഭുതകരമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ അത്ഭുതകരമാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് വീട്ടിൽ അതിനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അവിടെ എങ്ങും പൂച്ചയില്ല. അപ്പോൾ ഒരു ദിവസം മതിലിന്റെ മുകളിൽ ഒരു പൂച്ച പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അമ്മ കാണിച്ചു കൊടുത്തു, ഇതാണ് പൂച്ച. ആ കുഞ്ഞ് അത്ഭുതത്തോടെ എന്നെ നോക്കി. ഒരു 10 സെക്കൻഡേ പൂച്ച കണ്ടുള്ളൂ, പൂച്ച ഓടിപ്പോയി.
പക്ഷേ ഇതിനിടയ്ക്ക് ഈ കുട്ടി പൂച്ചയെക്കുറിച്ചിട്ടുള്ള വളരെ വലിയൊരു വിജ്ഞാനം അതിൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും. കാരണം അതിനുശേഷം കാർട്ടൂണിൽ ഒരു പൂച്ചയെ കണ്ടപ്പോൾ പറഞ്ഞു, അമ്മ ഇതാ പൂച്ച. ആ കണ്ടതുപോലെയല്ല ഇതിരിക്കുന്നത്, പക്ഷെ ഏകദേശം. പിന്നെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ വലിയൊരു പൂച്ചയുടെ പടം വരച്ചു വെച്ചിരിക്കുന്നു. കണ്ട പൂച്ച ഇത്രയേ ഉള്ളൂ, പക്ഷെ വരച്ചു വെച്ചിരിക്കുന്നത് ഇത്രയുണ്ട്. പക്ഷെ അത് പറഞ്ഞു ഇതാ ഒരു പൂച്ച. ഒരിടത്ത് ജനലിന്റെ അപ്പുറത്ത് പൂച്ച നിൽക്കുന്നു, ഇപ്പുറത്ത് നിഴല് വീണപ്പം കൊച്ചു പറഞ്ഞു ഇതാ പൂച്ച. പൂച്ച തിരിഞ്ഞു നിന്നാലും പൂച്ച എന്ന് പറയും, തലകുത്തി വീണാലും പൂച്ച എന്ന് കുട്ടിക്ക് അറിയാൻ സാധിക്കും. എങ്ങനെയാ? ഇതൊരു അത്ഭുതം എന്നല്ലോ. അപ്പൊ ഈ അത്ഭുതം ഇപ്പോ മനുഷ്യൻ കമ്പ്യൂട്ടറിനകത്ത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. 2024 നോബൽ സമ്മാനം, ഫിസിക്സിൽ നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് ഹോപ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് 1987 ഒരു കണക്കൂട്ടൽ കണ്ടുപിടിച്ചു. ആ കണക്കൂട്ടൽ ഉപയോഗിച്ച് ഏത് ഉദാഹരണങ്ങൾ കൊടുത്താലും, ഭാഷയാണെങ്കിലും ശരി പാട്ടാണെങ്കിലും ശരി, ആ ഉദാഹരണങ്ങളിൽ നിന്ന് കുറെ സംഖ്യകളായി അരിച്ചു പറക്കി ആ വിജ്ഞാനത്തിനെ തലച്ചോറിൽ രേഖപ്പെടുത്തുന്ന പോലെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചു. അതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. ആ കണ്ടുപിടുത്തം അത്യത്ഭുതകരമായിട്ടുള്ള കണ്ടുപിടുത്തം, പക്ഷെ അതേസമയം വളരെ ലളിതം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കണ്ടുപിടുത്തമേ ഉള്ളൂ. അത് പ്രയോഗിക്കാൻ വലിയ പാടായിരുന്നു. അതിന് വളരെ ശക്തമായ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് കണക്കൂട്ടൽ ചെയ്ത് പ്രയോഗിക്കാൻ പറ്റും. ആ പ്രയോഗത്തിനുള്ള കമ്പ്യൂട്ടറുകൾ 2011 ആയതോടുകൂടി ഏകദേശം ഉണ്ടായി. അതുകൊണ്ടാണ് AI 2011 വലിയ കുതിപ്പുണ്ടായത്. അതിനുശേഷം ഇന്ന് കമ്പ്യൂട്ടറിന് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലെത്തി. ഞാൻ 2-3 ഉദാഹരണം പറയാം. AI ക്യാമറ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിൽ വളരെ ഫേമസ് ആണ്. റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും പേടിയാതിന്. കാരണം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ അത് പിടിക്കും. പക്ഷെ സീറ്റ് ബെൽറ്റ് മാത്രമല്ല, അതിന് എന്ത് പിടിക്കാൻ നോക്കും. ഒരു ഉദാഹരണത്തിന്, ആ പോകുന്ന ആൾ ആരാണെന്ന് അതിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ആധാർ കാർഡിന്റെ ഡേറ്റാബേസ് നോക്കിയാൽ നിങ്ങളുടെ മുഖം ഒരു പടം കിട്ടിയാൽ ഉടനെ ഇന്ന ആളാണ് വണ്ടി ഓടിക്കുന്നത്. 2, ഇനി അഥവാ ആധാർ കാർഡ് ഇല്ലെങ്കിലും ഒരാളെ നോക്കിയിട്ട് അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ, അത് ഇന്ത്യക്കാരനാണോ വിദേശിയാണോ എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും അപകടകരമായ കാര്യം, ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആരൊക്കെ LDF നോട്ട് ചെയ്യും, ആര് UDF നോട്ട് ചെയ്യുന്നു വേണമെങ്കിലും അത് കണ്ടുപിടിച്ചു തരും. അത് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് വലിയ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വലിയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന, അന്തഛിദ്രം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആളെ തിരിച്ചറിഞ്ഞ് ആള് ആർക്ക് വോട്ട് ചെയ്യുന്നു തിരിച്ചറിഞ്ഞു. യന്ത്രങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമുക്ക് ഏത് ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചാൽ നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, ആർക്കും എടുത്തുകൊണ്ട് പോകാനൊക്കാത്ത സ്വാതന്ത്ര്യം. നമ്മുടെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എടുത്തുകൊണ്ട് പോകാനൊക്കാത്ത സ്വാതന്ത്ര്യം. അതിലൊന്നാണ് നമുക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. പുറത്ത് പറയാൻ സ്വാതന്ത്ര്യം കാണണമെന്നില്ല എല്ലാ രാജ്യത്തും, പക്ഷെ ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ചില രാജ്യത്ത് കരയാൻ പറഞ്ഞാൽ കരയണം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയാൽ കാണാം. നോർത്ത് കൊറിയ, ഇന്റർനെറ്റിൽ കാണാൻ അതിനെ പറ്റി. പക്ഷെ കരയാൻ പറഞ്ഞപ്പോൾ കരഞ്ഞയാൾ മനസ്സിനകത്ത് ചിരിക്കുകയും മനസ്സിനകത്ത് ആ പറഞ്ഞയാളെ ഭഴ്സിക്കുകയും ചെയ്യാം. അയാൾ അറിയില്ല, കണ്ടുപിടിക്കാൻ നോക്കില്ല. പക്ഷെ ഈ ക്യാമറ കൊണ്ടുവന്നാൽ അത് കണ്ടുപിടിക്കാൻ. അതുപോലെ പോലീസിങ്ങിന് അത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അത് ഗുണകരമായിട്ടുള്ള ഉപയോഗമാണ്. അതായത് ആരെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് മുഖത്ത് നോക്കിയാൽ പറയാനും. അപ്പൊ കുറ്റകൃത്യം ചെയ്തിട്ട് കണ്ടുപിടിക്കുകയല്ല, ചെയ്യാതെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ വേറൊന്നാണ് ഒരു ക്യാമറ, AI ക്യാമറ ഈ മുറി കൊണ്ട് വെച്ചാൽ അതൊരു വലിയ ലിസ്റ്റ് തരും. ഈ മുറിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും പേര്, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പേരും ജന്മനാളും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം അത് അടിച്ചു തരും. അതിന് പുറമെ ഇവിടെ ഓരോരുത്തരും ഇട്ടിരിക്കുന്ന വസ്ത്രം എന്താണെന്ന് അത് വേണേൽ പറഞ്ഞു. നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ മുഴുവൻ ലിസ്റ്റ് എടുക്കും. ഇവിടെ ഇട്ടിരിക്കുന്ന ആൾക്കാർ ഇട്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വില എന്ത് വരും എല്ലാം കൂടെ എന്ന് വെച്ചാൽ നമുക്ക് ആർക്കാരും കണ്ടുപിടിക്കാൻ പോകും. ഇനി ഓരോരുത്തരുടെയും മാലയൊക്കെ എടുത്ത് നോക്കി നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്യാമറ കണ്ടുപിടിച്ചു തരും. എത്ര കൃത്യമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല, കാരണം പരിശോധിക്കാൻ വളരെ പാടാണ്. പക്ഷേ അതിന് പറയാൻ സാധിക്കും. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഓരോരുത്തരും ഇട്ടിരിക്കുന്ന വസ്ത്രം, അതേ മോഡലിലുള്ള വസ്ത്രം അടുത്ത് എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെന്നത് പറഞ്ഞു. ഇപ്പം എന്നെ കാണിച്ചാൽ എൻ്റെ ഈ ജുബ്ബ ഇത് ഇന്ന മോഡൽ, ഇന്ന തുണിയാണ്, ഇന്ന തരം തുണിയാണ്, ഇന്ന കടയിൽ കിട്ടും, 250 രൂപയാണെന്ന് അതിന് പറഞ്ഞു തരാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പിന്നെ വേറൊന്ന്, ഒരാൾ പോക്കറ്റിൽ ഒരു പേന വെച്ചിരിക്കുന്നു, ഇന്ന ബ്രാൻഡുള്ള പേനയാണ് വെച്ചിരിക്കുന്നത്. കയ്യിലൊരു ബുക്ക് ഇരിക്കുന്നു, ഇന്ന ബുക്കാണ്. ഇതെല്ലാം ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയും. ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്വകാര്യത എന്ന് പറയും. നമുക്ക് ഒതുങ്ങി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ ഒക്കില്ല.
നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഓരോ സാധനവും ഇങ്ങനെ ഒരു ക്യാമറ നോക്കി കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ലിസ്റ്റ് എടുക്കുകയും ചെയ്യാമെന്ന് വെച്ചാൽ. പക്ഷെ അതേസമയം നമുക്ക് ക്രമസമാധാന പാലനത്തിന് വലിയ ഗുണകരമാണ്. ഒരുപാട് ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ക്യാമറ മുഖം നോക്കിയിട്ട് പറയുക. പറഞ്ഞാൽ അവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാനും നോക്കില്ല. പക്ഷെ 2-3 പോലീസുകാർ മഫ്റ്റിയിൽ അവരുടെ ചുറ്റും കൂടെ നടക്കാം, അവരെന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നുണ്ടോ എന്നറിയാം. പിന്നെ വേറൊന്നും നിങ്ങൾക്കറിയാം, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാർ. നമ്മുടെ നാട്ടിൽ അത് ഇറക്കാനുള്ള ഒരുപാട് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് പേരുടെ ജോലി പോവും, അത് പേടിച്ചാണ് അത് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ താമസിയാതെ അത് വരും. കാരണം അതിന്റെ സൗകര്യം കാരണം മനുഷ്യൻ അതിനെ സ്വീകരിക്കും. എന്തൊക്കെ താത്വികമായ എതിർപ്പുണ്ടെങ്കിലും നമ്മൾ അതിനെ സ്വീകരിക്കും. കാരണം വണ്ടി കയറി ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് പോകുന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്തോട്ട് പൊയ്ക്കോളും, നമ്മളിനി ഒന്നും ചെയ്യണ്ട. ഇപ്പം തന്നെ നമുക്കറിയാം, വഴി പറഞ്ഞു തരുന്നേരാ ഗൂഗിൾ മാപ്പാണ്. വല്ലപ്പോഴും നമ്മളെ കുഴിയിലൊക്കെ കൊണ്ട് എത്തിക്കുമെങ്കിലും അത്ഭുതകരമല്ലേ, പോകുന്ന വഴി പറഞ്ഞു തരാണ്, ചെറിയ മുടുക്കും എല്ലാം അറിയാതെ. അത് എയുടെ വലിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഡ്രൈവർലെസ് കാർ വന്നാൽ എന്ത് സംഭവിക്കും? ഇതിന് മുമ്പേ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഓടിക്കുന്നത് എങ്ങനെയാണ്. നേരത്തെ മനുഷ്യൻ ഓടിച്ചത് കണ്ട് പഠിച്ചിരിക്കുകയാണ്. അത് വരുന്നതോടുകൂടി സാധാരണ റോഡിൽ കൂടെ അത് ഓടുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ചിലപ്പോൾ അതിനുവേണ്ടി പ്രത്യേക വഴിയുണ്ടാക്കും. നമ്മൾ ഹൈവേ പോലെ ഇടണം, അതിന് മാത്രം ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ മാത്രം ഓടുന്നൊരു സ്ഥലം ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ കാർ ഓടുമ്പോൾ അതിന് ഡ്രൈവറില്ല, വഴിയിലെങ്ങും ട്രാഫിക് ലൈറ്റ് വേണ്ട. കാരണം ഈ വാഹനം കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ്. അതിന് വളവ് തിരിയുമ്പോൾ എതിരെ വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാം. തമ്മിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ. ഏത് വണ്ടി അങ്ങോട്ട് പോകുന്നു, ഏത് വണ്ടി ഇങ്ങോട്ട് പോകുന്നു, എത്ര വേഗത്തിൽ പോകുന്നു, എങ്ങോട്ട് തിരിയാൻ പോകുന്നു, ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ട്രാഫിക് ലൈറ്റ് വേണ്ട, ട്രാഫിക് പോലീസ് വേണ്ട. റോഡിൽ ലൈറ്റ് വിടണമെന്നില്ല. ഈ ട്രാം വേ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമാണ്. ആൾക്കാർ കിടന്നുറങ്ങി ഇങ്ങനെ പോവാം. ഹോൺ അടിക്കത്തില്ല. ഹോൺ അടിക്കുന്ന എതിരെ വാഹനം വരുന്നുണ്ടെന്ന് അറിയിക്കാണ്. ഇതതിനറിയാം വാഹനം വരുന്നുണ്ട്, ഇതിനെതിരെ ഹോൺ അടിക്കുന്നു. പിന്നെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടുന്ന വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ഒരു വലിയ വ്യവസായമാണ് വെഹിക്കിൾ ഇൻഷുറൻസ്. ഇത്രയും സംവിധാനം വരുമ്പോൾ അപകടങ്ങൾ 1,00,000-1 കുറയുന്നതാണ് പറയുന്നത്. വളരെ റെയറായിട്ട് വല്ല അപകടം സംഭവിക്കും. പിന്നെ വണ്ടി എന്തിനാണ് ഇൻഷുർ ചെയ്യുന്നത്? ഇൻഷുർ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി എന്ത് ചെയ്യും? അത് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? വലിയ ചോദ്യങ്ങളാണിത്. പിന്നെ വേറൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആര് വോട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഈ നമ്മൾ കരുതിയിരിക്കുന്നത്, നമ്മളിപ്പോൾ പറയാറുണ്ട് സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. സത്യത്തിന്റെ കാലം കഴിഞ്ഞു. സത്യം തിരിച്ചറിയാൻ പോകുന്നില്ല, സത്യം മറവിലാണ്. യഥാർത്ഥത്തിൽ സത്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കള്ളം. കള്ളം പറയാൻ ഒത്തില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. കള്ളം പറയാതെ ജീവിക്കാൻ ഒക്കില്ല. ഇപ്പോൾ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കുന്നു, ഒരു പ്രബല പാർട്ടി വന്ന് വോട്ട് ചോദിക്കുന്നു, നിങ്ങൾ പറയും ഇല്ല ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയും. വളരെ ചുരുക്കം പേര് പറയുമായിരിക്കും. നമ്മളെന്ത് പറയും? എല്ലാവരുടെ എന്ത് പറയും? ചെയ്യാം, പിന്നെന്താ ചെയ്യാം, വെച്ചോളൂ എന്ന് പറയും. കഥ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പറയും അവനല്ലേ വോട്ട് കൊടുക്കുന്നതെന്ന് പറയും. അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ആ വരുന്നവരടുത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ വന്നു, നിങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പക്ഷെ അദ്ദേഹം വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ പ്രസംഗിക്കുമ്പോൾ എങ്ങനെ പറയും? നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്നാണ്. സത്യം അങ്ങനെയല്ല അല്ലേ? നമ്മൾ പുറത്തു നിന്ന് പറയുന്ന കാര്യമാണോ വീട്ടിൽ പറയുന്നത്? ഞാനൊരു ഈ വേദിയിൽ നിന്ന് സംസാരിച്ചു, ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് എനിക്കൊരു മമതയും കാണണമെന്നില്ല. നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ ആളെ കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ് ഓ പിന്നെ തല്ലി കൊല്ലാൻ ആളില്ലേ എന്ന്. പക്ഷെ നമ്മളത് പുറത്ത് പറയില്ല അല്ലേ? മനസ്സിരിപ്പിതാണ്. കള്ളം പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടില് സിവിൽ വാർ ഉണ്ടാവും. കള്ളം പറയാൻ സാധിച്ചില്ല. നമ്മൾ വേറൊരു മതത്തിനോട് നമുക്ക് തോന്നുന്നു ആ മതത്തിലുള്ളവരാരും സ്വർഗത്തിൽ പോകില്ല വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവരുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും അല്ലേ? അപ്പൊ നമ്മള് അവര് ചോദിക്കുന്നത് ഞങ്ങളുടെ മതത്തിനെ പിന്നെ എന്താ അഭിപ്രായം? നിങ്ങളുടെ നല്ല അഭിപ്രായമാണ്, ഞങ്ങളുടെ വേറെ നിങ്ങളുടെ വേറെ എത്ര ഉള്ളൂ എന്ന് പറയും. യഥാർത്ഥത്തിൽ അഭിപ്രായം അതല്ല, പക്ഷെ നമ്മൾ പറയാറില്ല. ശരിയല്ലേ? അപ്പോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം ഒരു യന്ത്രം കണ്ടുപിടിച്ചാൽ അത്യധികം അപകടകരം. ഞാനതിനെ പറയുന്നത് മനുഷ്യന്റെ അവസാനത്തെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അവനവന്റെ മനസ്സാണ്. ആർക്കും കയറാൻ ഒക്കില്ല, നമ്മുടെ മാത്രം സ്വത്താണ്. അവിടെ എന്നും നമുക്ക് ചെയ്യാം, പുറത്തോട്ട് എടുക്കാൻ ഒക്കില്ല എന്നുള്ളത്. അതിനകത്ത് കടന്നു കയറാനുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ ഇതിനെ ഭയപ്പെടും. ഈ ക്യാമറയെ നമ്മുടെ മനസ്സിൽ മുഖം നോക്കിയിട്ട് നമ്മളെ കള്ളമാണോ പറയുന്നതെന്ന് ആലോചിക്കുക എന്ന് പറയും. ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രണയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നീ പറഞ്ഞ കള്ളം, നീ എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു കള്ളം. അതിനിപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായി. മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, പ്രണയം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എനിക്ക് നിന്നെയാണ് ഇഷ്ടം, നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ അത് ഉടനെ പറയും കള്ളം 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാവും അല്ലേ? യഥാർത്ഥത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം
ആ സമയത്തൊരു ആ പറയേണ്ടുന്നൊരു എക്സ്പ്രഷനാണ്, അല്ല അതിനെ സത്യവും കള്ളമായിട്ടും തിരിക്കാൻ ഒക്കില്ല. പക്ഷേ പോലീസുകാർക്ക് വലിയ താല്പര്യമായി. ഒരു തെളിവെടുക്കുമ്പോൾ അവരിത് വെച്ചിട്ട് ഈ പറഞ്ഞ കള്ളം ഉടനെ അത് തന്നെ പറയും, ആ യന്ത്രം പറയും. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ അപകടകരമാണ്. യന്ത്രം നമ്മുടെ ജീവിതത്തിൽ കയറുന്നു, നമ്മുടെ ജോലിയെല്ലാം ചെയ്യുന്നു, നമ്മുടെ പണി എടുത്തുകൊണ്ട് പോകുന്നു, നമ്മുടെ സ്വകാര്യത അത് നശിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിനകത്ത് കയറുന്നു. അതൊക്കെയാണ് അതിൻ്റെ ദോഷകരമായിട്ടുള്ള വശം. പക്ഷെ ഗുണകരമായ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധം ചെയ്യാൻ മുഴുവൻ ഈ റോബോട്ട് പോയി ചെയ്തോളും, വെടികൊണ്ടാലും കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്ത് റോബോട്ട് ഉണ്ടെന്ന് ഓർത്തോണം, അവർക്ക് റോബോട്ടുണ്ട്. അപ്പൊ റോബോട്ടുകൾ തമ്മിലായിരിക്കും യുദ്ധം. പാമ്പിനെ പിടിക്കാനോ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഈ പരീക്ഷണശാലയിൽ ജോലി ചെയ്യാനോ ഒന്നും മനുഷ്യരെ വിടണ്ട. എല്ലാം റോബോട്ടിനെ വിട്ടിട്ട് നമ്മൾ ദൂരെ നിന്ന് നിയന്ത്രിച്ചാൽ മതി. അങ്ങനെയുള്ള അതിൽ അപകടകരമായ സ്ഥലത്ത് പോയി കുട്ടിയെ രക്ഷപ്പെടുത്തുക, കുഴിക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഒരുപാട് ഗുണകരമായ കാര്യം. പിന്നെ വീട്ടിലെ ജോലി നമ്മളെല്ലാവരും ഷെയർ ചെയ്തിരുന്നെങ്കിൽ വീട്ടിൽ ഇത്രയും പ്രശ്നം വരില്ല. പക്ഷെ പലരും, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ആണുങ്ങൾ, അവരൊരു ചായ കുടിച്ച കപ്പ് പോലും കഴുകി വയ്ക്കാത്ത നാട്ടിൽ ഒരു യന്ത്രം വരുന്നത് നല്ലതാണ്. യന്ത്രം ചെയ്തോളൂ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നമ്മുടെ അമ്മമാർക്ക് എനിക്ക് തോന്നുന്നു വളരെ വലിയ ആശ്വാസമായിരിക്കും ഈ യന്ത്രം. അവരെ കൊണ്ട് നമ്മൾ അന്യായമായി എടുപ്പിക്കുന്ന കുറച്ച് പണി അവരിനി സ്നേഹം ഉള്ള കാര്യം മാത്രം ചെയ്താൽ മതി. റോബോട്ട് എടുത്ത് നീ വിളമ്പണ്ട, ഞാൻ വിളമ്പിക്കും. അതെന്താ, എനിക്ക് ഇഷ്ടമാണ് വിളമ്പാൻ, എൻ്റെ മക്കൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്തോളാം. പക്ഷെ തേങ്ങ അരയ്ക്കുന്ന നീ വെച്ച് എന്ന് നമുക്ക് പറയാനൊക്കുന്ന. അപ്പൊ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടം വരുന്നു. പക്ഷെ അതേസമയം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യമെല്ലാം ചോദിക്കാണ്ട് ചോദിക്കും. അതേസമയം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ AI വരുന്നതിന് മുമ്പ് ഒരു വിപ്ലവം നമുക്കുണ്ടായിരുന്നു. ആ വിപ്ലവത്തിന്റെ പച്ചയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ വിപ്ലവത്തിന്റെ പേര് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. യന്ത്രങ്ങൾ ഒരുപാട് വരികയും അവർ നമ്മളെ സഹായിക്കാൻ ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി, ഇടുന്ന ഫാന് എല്ലാം യന്ത്രങ്ങളാണ്. അപ്പോൾ ഈ യന്ത്രങ്ങൾ നമ്മുടെ അടുത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരുപാട് ദൂരം നടക്കണ്ട. ഓട്ടോറിക്ഷ കയറി പോവാം, കാറിൽ പോവാം, ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, പ്ലെയിനിൽ പോവാം. പക്ഷേ മനുഷ്യൻ ഒട്ടും നടക്കാതായി, അത്യാവശ്യത്തിന് പോലും നടക്കാതായപ്പോൾ എന്ത് പറ്റി? 35 വയസ്സായ ആൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നു ഷുഗർ ലേശം ബോർഡറിലാണ്, പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. എന്നിട്ട് പറയുന്ന ഒരു ഉപദേശം, നാളെ മുതൽ നടക്കണം, ദിവസം 1 മണിക്കൂർ നടക്കണം. നിങ്ങളുടെ വീട്ടിൽ കൂടിയ കാറുണ്ട്, പക്ഷെ കാർ അവിടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും. എന്താ കാര്യം? മനുഷ്യ ശരീരം സന്തോഷവും ആരോഗ്യപരവുമായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ശരീരത്തിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും, നന്നായിട്ട് ചലിക്കണം. അപ്പൊ യന്ത്രം എന്ത് ചെയ്തു? ചലനം കുറച്ച് അവസാനം ഒന്നും ഇല്ലാതായി, ആരും ഒട്ടും തന്നെ നടക്കാതായി. അപ്പൊ ഡോക്ടർ പറയുന്നു 35 വയസ്സാകുമ്പം നടന്നോളാൻ പറയുന്നു. അപ്പൊ യന്ത്രം മാറ്റി വെച്ചിട്ട് നടക്കേണ്ടി വരും, കാറ് സൈഡിൽ കൊണ്ടിട്ടിട്ട് നടക്കേണ്ടി വരും. ഇനി സംഭവിക്കാനുള്ള അപകടം ഇവിടെ ഇരിക്കുന്ന യുവതലമുറ ശ്രദ്ധിച്ചോളുക. നിങ്ങൾ ശരീരം കൊണ്ട് ചെയ്ത കാര്യം യന്ത്രത്തിന് കൊടുത്തതിനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. AI റവല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം യന്ത്രത്തിന് കൊടുക്കാൻ പോവുകയാണ്. കത്തെഴുതുക, പാട്ടെഴുതുക, ലേഖനം എഴുതുക, പഠിപ്പിക്കുക, തർജ്ജമ ചെയ്യുക, ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കാര്യവും കൂടെ യന്ത്രത്തിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് പറ്റും? ബുദ്ധി പ്രവർത്തിക്കാതാവും. ബുദ്ധി എന്ന് പറയുന്ന ശക്തി പോലെ തന്നെയാണ്. ശരീരം വ്യായാമം ചെയ്തുകൊണ്ടിരുന്നാലേ ശരീരത്തിന് ആരോഗ്യവും ആനന്ദവും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ മനുഷ്യന് ആഹ്ലാദവും ഉല്ലാസവും ആരോഗ്യവും ഉണ്ടാകൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനം മുഴുവൻ കമ്പ്യൂട്ടറിന് ഏൽപ്പിച്ചു കൊടുത്താൽ മനസ്സിന് ഈ ശരീരത്തിനുണ്ടായതുപോലെ രോഗങ്ങളുണ്ടാകും, ജീവിതശൈലി രോഗം. അപ്പൊ ഡോക്ടർ എന്ത് പറയുന്നു വെച്ചാൽ, നിങ്ങളൊക്കെ 35 വയസ്സാകുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഡോക്ടർ പറയും, ആദ്യം നടക്കാൻ പോകാൻ പറയും. കാരണം നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ല, അതുകൊണ്ട് ശരീരത്തിന് ചില രോഗങ്ങൾ. 2 പറയുന്നു, നിങ്ങൾ AI ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തലച്ചോറ് നേരെ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഉല്ലാസക്കുറവ്, ആഹ്ലാദക്കുറവും ആരോഗ്യക്കുറവും ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് 1 മുതൽ 12 വരെയുള്ള 5 പടി കാണാതെ പറഞ്ഞുകൊണ്ട് ഓടിക്കൊള്ളാൻ പറയും. അപ്പൊ 5 പടി പറയുമ്പോൾ എന്ത് പറ്റും? തലച്ചോറ് വർക്ക് ചെയ്യും. വേറെയും പറയാം, അത് തന്നെ വേണമെന്നില്ല. ഖുറാനോ ഗീതയോ കാണാതെ പഠിച്ചിട്ട് അത് ഉരുവിടാൻ പറയാം, അപ്പൊ തലച്ചോറ് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭാവി നമുക്കുണ്ടാകണോ എന്ന് നമ്മൾ ആലോചിക്കണം. യന്ത്രവും AI രണ്ടും നമ്മുടെ അടിമയായിട്ട് ഇരിക്കുകയും
നമ്മുടെ സന്തോഷം കുറവ് വരുന്ന തലത്തിലേക്ക് അതിന്റെ ഉപയോഗം പോകാൻ പാടില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യത്വം കുറയുന്ന തലത്തിലേക്ക് അത് പോകാൻ പാടില്ല. നമുക്ക് ആഹ്ലാദമുള്ള കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോഴും ഒരു ഭാഗ്യം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാഗ്യം, ഇത്രയും യന്ത്രങ്ങൾ വന്നെങ്കിലും ആ യന്ത്രങ്ങൾക്ക് ഒരു പടി ഒരിക്കലും വെക്കാൻ സാധിച്ചിട്ടില്ല. അഥവാ വെച്ചാൽ തന്നെ നമുക്കത് പ്രസക്തിയില്ല. ഒരു ചെറിയ ഉദാഹരണം, ഒരു കമ്പ്യൂട്ടർ പാട്ടുണ്ടാക്കും, മനോഹരമായിട്ട് പാട്ടുണ്ടാക്കിയിട്ട് കേൾപ്പിക്കുന്നു. പലർക്കും പേടിയാണ്, അയ്യോ കമ്പ്യൂട്ടർ പാട്ട് പാടി ഇപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം, ഈ പാട്ട് കേട്ട് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വേണം. റോബോട്ട് ദോശ ചുടും, റോബോട്ടിന് തിന്നാൻ ഒക്കില്ല ദോശ, തിന്നണമെങ്കിൽ നമ്മൾ വേണം. എല്ലാ യന്ത്രങ്ങളും അതാണ് കാര്യം. യന്ത്രത്തിനെ തന്നെ സ്വയം ആസ്വദിക്കാൻ ഒക്കില്ല അല്ലേ? ആ ചെയ്യുന്ന കാര്യം നമ്മളാണ് ആസ്വദിക്കുന്നത്. റോബോട്ട് കവിത എഴുതിയാലും കവിത എഴുതിയാലും മനുഷ്യ കവിത എഴുതിയാലും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വേണം. എപ്പോഴും ഓർത്തോണം, നമുക്ക് ആസ്വാദനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുമോ? ഞാൻ കേട്ടത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പ്രണയലേഖനം ChatGPT കൊണ്ട് എഴുതിപ്പിക്കുന്നു. എന്തിന് പ്രണയിക്കാൻ പോകുന്നു എനിക്കറിഞ്ഞൂടാ. ഒരു പ്രണയലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാണ് ജീവിതത്തിൽ. നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ഏറ്റവും മനോഹരമായ സങ്കല്പങ്ങൾ ചേർത്താണ് പ്രണയലേഖനം എഴുതി. പണ്ടൊക്കെ താമര ഇലയിലായിരുന്നു എഴുതി കൊടുത്തതെന്നാണ് നമ്മൾ സാഹിത്യത്തിൽ കേൾക്കുന്നത്. ഇപ്പൊ വാട്സാപ്പിലാണ് അത് പോകുന്നത്. എങ്കിലും എഴുത്ത് തന്നെ. അപ്പൊ അത് നിങ്ങൾ ഒരു യന്ത്രത്തെ കൊണ്ട് എഴുതിപ്പിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം നിങ്ങൾ വേറെ ആർക്കോ വിട്ടുകൊടുത്തു. നല്ല ഗ്ലാസ് കാപ്പി കിട്ടി, അത് വേറൊരാൾക്കോ കൊടുത്തു. അതിന്റെ അതേ അർത്ഥമാണ് ഈ AI കൊണ്ട് ഉപയോഗിച്ചത്. അപ്പൊ എല്ലാ കാര്യവും യന്ത്രം കൊണ്ടും സാങ്കേതികവിദ്യ കൊണ്ടും ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യവും മനുഷ്യന്റെ നന്മ, മനുഷ്യന്റെ ആഹ്ലാദം, മനുഷ്യന്റെ കരുണ, അനുകമ്പ, കനിവ്, അലിവ്, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവയൊക്കെ ഊരിവിടാൻ, തുറന്നു വിടാൻ. ഇതിനൊന്നും കുറവ് വരാൻ പാടില്ല. അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങളിത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാനുള്ളവർ ഇവിടെ നിൽക്കുന്ന മുതിർന്ന ആൾക്കാരല്ല, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളാണ് ഇനി ഇതെല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, മനുഷ്യൻ ഏറ്റവും സന്തോഷഭരിതനായിരിക്കുന്നത് മറ്റ് മനുഷ്യരുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയുമ്പോൾ. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ ഏറ്റവും സന്തോഷമായിരിക്കുന്നത് അവന്റെ ശക്തിയും ബുദ്ധിയും മിതമായ തോതിൽ, അമിതം എന്ന് ഞാൻ പറയുന്നില്ല, മിതവും സന്തോഷകരവുമായ തോതിൽ അവന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അത് നിലച്ചു പോയാൽ ജീവിതം ആർദ്രമല്ലാതാകും, അത് വറ്റി വരണ്ടു പോകും, അത് അരസികമായിട്ട് മാറും. അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. ഇതെല്ലാം ഉപയോഗിക്കാം, ആസ്വദിക്കാം. പക്ഷെ നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും രണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. മിതമായ തോതിൽ മതി, അമിതമായിട്ട് വേണ്ട. ആദിശങ്കരൻ കാലടി മുതൽ കാശ്മീർ വരെ നടന്നു. അത് ആലോചിക്കാൻ നോക്കൂല നമുക്ക്. പഴയ കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയും, നീ സ്കൂളിൽ പോയതുപോലെയല്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ അദ്ദേഹം വാമനപുരം നദി നീന്തി സ്കൂളിൽ പോകുമായിരുന്നു. ഞാൻ 3.5 കിലോമീറ്റർ നടക്കുമായിരുന്നു. എൻ്റെ മകൻ ഒരു അടി പോലും നടക്കൂല, നേരെ ഫ്രണ്ടിൽ ബസ് വരും, അതിനകത്ത് കയറി ഇരുന്നാൽ മതി. അപ്പൊ ഇതിന് എവിടെയാണ് വര വരയ്ക്കേണ്ടത്? ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, സ്കൂൾ ബസ് വീട്ടിന്റെ മുന്നേ കൊണ്ട് ഇറക്കരുത്. സ്കൂളിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്തുന്ന ദൂരത്തിൽ കാണാവുന്ന സ്ഥലത്ത് ബസ് നിർത്തി അവിടെ ഇറങ്ങി അവിടെ മുതൽ ഇവിടം വരെ നടക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ വീട്ടിന്റെ ഇവിടെയാണ് ബസ്, വീടിന്റെ കഥ ഇവിടെയാണ് ബസ് ഇറങ്ങുന്നതെങ്കിൽ ആ തെങ്ങ് നിൽക്കുന്നതിന്റെ അവിടെ ബസ് നിർത്തുക, വീട്ടുകാരെ ഏർപ്പാട് ചെയ്യുക, അവിടെ നിന്ന് ഓടി വീട് വരെ വരും. ഇത്ര ഞാൻ പറയുന്നു. അത്രയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ മനസ്സിൽ വെക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ചോദ്യം വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ പറയാം.